മണ്ണും ഫുഡും നമ്മുടെ ബോഡിയും സെയിമാണ്, ഡിഫറെൻറ്റ് ഫോമിലിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സെയിം സാധനങ്ങൾ തന്നെയാണ്. ആ മണ്ണിൻ്റെ സാധനമാണ് നമ്മുടെ വയറിൻ്റെ സാധനം. നമ്മുടെ വയറിലെ ബാക്ടീരിയ ഈ ഭാഗത്തിനെ കുടലിനെ പറയുന്നത് ഗട്ട് എന്നാണ്. ഗട്ടിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഗട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ സെക്കൻഡ് ബ്രെയിൻ ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഗട്ട് ഫസ്റ്റ് ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്ന പോലും ഗട്ടാണ്. അതായത് വയറ് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ വരെ ബാധിക്കും. അപ്പം അതിൻ്റെ മുകളിലാണ് ഗട്ടിൻ്റെ സാധനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ഗട്ട് ആണ് നമ്മുടെ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്ന അർത്ഥം. മണ്ണിൽ ബാക്ടീരിയ പോപ്പുലേഷൻ കൂട്ടുന്ന പോലെയാണ് നമ്മുടെ വയറിലെ ബാക്ടീരിയ. സെയിമാണ്, ഞാനിത് രണ്ടും ഒന്ന് തന്നെയായിട്ടാണ് കാണുന്നത്. മണ്ണിൽ ബാക്ടീരിയ പോപ്പുലേഷൻ കൂട്ടണം, അതിനാണ് നമ്മൾ ജീവാമൃതം, ചാണകം, സ്ലറിയൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നത്. സെയിം തന്നെയാണ് പ്രോബയോട്ടിക്സ്. മനുഷ്യനാണെങ്കിൽ അതിനെ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർമെൻറ്റഡ് സാധനങ്ങൾ, തൈര് ഇതുപോലത്തെ സാധനങ്ങളാണ്. അതിനകത്താണ് ബാക്ടീരിയ. അത് ഓവറായ ചീത്തയാണ്. പുളി വല്ലാതെ കൂടിയ ചീത്തയാണ്, സ്റ്റൊമക്കിന് ചീത്തയാണ്. ആ പാകത്തിനുള്ള പുളിയുള്ള സാധനത്തിന് പ്രോബയോട്ടിക്സ് ആണ്. അത് ഗട്ട് ബാക്ടീരിയയാണ്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിലെ ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്. മോശം ബാക്ടീരിയ നശിപ്പിക്കാനുള്ളതാണ് ചെയ്യുന്നത്. മോശം ബാക്ടീരിയ പോകുന്ന കൂടെ നല്ല ബാക്ടീരിയയും പോകും. അതിൻ്റെ അർത്ഥം ആൻറ്റിബയോട്ടിക് കഴിക്കരുതെന്നല്ല. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. അതായത് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ക്ഷീണം ഉണ്ടാകുന്നു, വിശപ്പുണ്ടാവില്ല. റീസൺ എന്താണ്? ബാക്ടീരിയ നശിച്ചുകൊണ്ടാണ്. വയറിലെ ബാക്ടീരിയ, കുടലിലെ ബാക്ടീരിയ, ഗട്ടിലെ ബാക്ടീരിയ നശിക്കുന്നതുകൊണ്ടാണ്. സിമ്പിളാണ്. അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആണ് തൈര് പോലത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് ആണ്. അത് കൊടുത്താൽ ഡൈജഷൻ ഇമ്പ്രൂവ് ആയിട്ട് വരും. നല്ല ബാക്ടീരിയ നമ്മൾ പിന്നെ സപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ മണ്ണിലെ സാധനം. സെയിമാണ്. കൃഷിയായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. ഇത് മനസ്സിലാക്കിയാൽ സംഭവം വളരെ എളുപ്പമായി. അതുകൊണ്ടാണ് മണ്ണും ഫുഡും നമ്മുടെ ബോഡിയും സെയിമാണ്, ഡിഫറെൻറ്റ് ഫോമിലിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സെയിം സാധനങ്ങൾ തന്നെയാണ്. ഇത് മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആൾ ഇത് മാനേജ് ചെയ്യാൻ അറിയാം. ഫുഡ് മാനേജ് ചെയ്യാൻ അറിയാവുന്നൊരു ശരീരം മാനേജ് ചെയ്യാൻ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രമാത്രം പഴയ ആൾക്കാർ, നമ്മുടെ കാരണവന്മാർക്ക് പഴയ ആൾക്കാർ ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇന്ന് ഫുഡിലുള്ള ഏറ്റവും വലിയ ഒത്തിരി ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫുഡ് വളരെ പറിച്ചിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഒരാൾ കഴിക്കണമെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ പറിച്ചതിന് ശേഷം ഒരു 90 മിനിറ്റിനകത്തെങ്കിലും അകത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം അതാണ്. പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറിനകം നമുക്ക് കറി വെക്കാൻ സാധിച്ചാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. പറിച്ച് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ കൊമേഴ്ഷ്യലായില്ല. പറിക്കുന്നത് ഒരു സ്ഥലത്ത് ആ കൃഷി ചെയ്യുന്നതിനകത്ത് തന്നെ ഒത്തിരി റോങ് പ്രാക്ടീസുകൾ. അത് കഴിഞ്ഞത് പറിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത് വേറെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം കഴിഞ്ഞ് വരുന്നു. അത് സൂപ്പർ മാർക്കറ്റിൽ വെച്ചും ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നു. വീട്ടിൽ കിട്ടിയതിന് ശേഷം ബാക്കി കുറേ പരിപാടികളോട് നമ്മൾ ചെയ്യുന്നു. എന്താണ് പിന്നെ അതെടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നു. തണുപ്പിച്ചാൽ ഒത്തിരി ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടൻ ലെവലിൻ്റെ മുകളിൽ ടെമ്പറേച്ചറിലേക്ക് കഴിഞ്ഞാൽ ഒത്തിരി ന്യൂട്രിയൻസ് പോകും.